ഏകദൈവത്തിൻ്റെ ധന്യനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പ്രൊഫസർ മേരി മാത്യുവിൻ്റെ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേൾക്കുകയായി. ഒരു നല്ല അധ്യാപികയുടെ പാഠവത്തോടുകൂടി എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ഒരൊറ്റ വാക്കുപോലും പാഴ്വാക്കില്ലായിരുന്നു. എല്ലാം വളരെ ഓർഗനൈസ്ഡ് വേർഡ്സ് ആയിരുന്നു. all the words were organized. അത്ര രസമായി ഭംഗിയായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ആകുമെന്ന് എനിക്ക് സംശയം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മർത്തോമാ സമാജത്തിന്റെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട സബ്ജക്ട്സ് ആണ്. ഫാമിലിയുമായി ബന്ധപ്പെട്ട് വൺ വേ ഓർ അതർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫാമിലി, അങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ്. ഞാൻ ഈ അങ്കിളുമാരുമായി ബന്ധപ്പെട്ട് ഇതിനകത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒറ്റ ക്ലാസ് പോലും അവിടെ എടുത്ത് ഞാൻ കണ്ടില്ല. ഒരിടത്ത് ഇവിടെ മാത്രമല്ല, നാട്ടിലും ഒക്കെ എല്ലായിടും. അതൊരു പക്ഷേ ചിലപ്പം സഭാ കോൺസ്റ്റിറ്റ്യൂഷൻ ആകും, അല്ലെങ്കിൽ പള്ളി ഭരണമാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ കൺസേൺസ് ആകും, ഇങ്ങനെയൊക്കെയുള്ള വിഷയമാണ്. സത്യത്തിൽ ഈ ഫാമിലി എന്നുള്ളത് ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് അമ്മമാരാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മർത്തോമാ സമാജവുമായി ബന്ധപ്പെട്ട ലെക്ചേഴ്സും ക്ലാസ്സും സെമിനാർസും വൺ വേ ഓർ അതർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫാമിലി. അങ്ങനെയാണ് വരുന്നത്. ഇത് വളരെ ഭംഗിയായിട്ട് പ്രൊഫസർ മേരി മാത്യു എനിക്ക് തോന്നുന്നില്ല കൺക്ലൂഡ് ചെയ്തെന്ന്. കാര്യം ഒരു പല പ്രാവശ്യം കൺക്ലൂഡ് ചെയ്യാൻ വന്നെങ്കിലും വീണ്ടും വീണ്ടും ആശയങ്ങൾ വന്നു. ഓരോന്നും വളരെ അർത്ഥഗർഭവുമായിരുന്നു. അതൊക്കെ തന്നെ she just given the seed. അതിൻ്റെ വിത്തുകൾ തന്നതേ ഉള്ളൂ. ഇനി നമ്മൾക്ക് അതിനേറ്റ് മുളപ്പിച്ച് കൊണ്ടുവരും. ഞാൻ ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പിക്ചർ, ഒരമ്മ ഒരു കുഞ്ഞിനെ ഒരു ഒരമ്മ ഒരു കുഞ്ഞുമായിട്ട് നടന്നു പോകുമ്പോൾ ഒരു നാരോ ബ്രിഡ്ജ് വന്നപ്പോൾ അമ്മ മോനോട് പറഞ്ഞു, മോനെ നീ എൻ്റെ കയ്യെ മുറുകെ പിടിച്ചോ, ബ്രിഡ്ജിൻ്റെ അവിടെ ചെല്ലുമ്പം നിന്റെ കാല് വല്ലതും തെന്നി നീ വെള്ളത്തിൽ പോകും, അതുകൊണ്ട് നീ എൻ്റെ കയ്യെ മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, വേണ്ട, അമ്മ എൻ്റെ കയ്യെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചേടാ, അത് രണ്ടും ഒന്നല്ലേ? ഞാൻ എൻ്റെ കയ്യെ പിടിക്കുന്നതും നീ എൻ്റെ കയ്യെ പിടിക്കുന്ന ഒന്നല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, അതല്ല, ഞാനാണ് അമ്മയുടെ കയ്യെ പിടിച്ചാൽ അവിടെ ചെല്ലുമ്പം കാല് തന്നെയോ എന്തെങ്കിലും ചെയ്താൽ, മുള്ളുകൊള്ളിയോ വല്ലതും ചെയ്താൽ ഞാൻ പിടിവിടും, ഞാൻ വെള്ളത്തിൽ പോകും, ഞാൻ പിടിച്ചിട്ട് അർത്ഥമില്ല. അതേസമയം അമ്മ എന്നെ പിടിച്ചിരിക്കുന്നതെങ്കിൽ അമ്മയുടെ കാല് തെന്നിയാലും മുള്ളുകൊണ്ടാലും എന്ത് സംഭവിച്ചാലും എന്നിലുള്ള പിടി വിടുകയില്ല. കാല് തെന്നാൻ സാധ്യതയുള്ള ഒരു ലോകത്തായി ഇന്നത്തെ തലമുറ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പിടിവിടാത്ത അമ്മമാരുണ്ടായാൽ സുരക്ഷിതരായിരിക്കും. അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഞാൻ ഈ ക്ലാസ്സുകൾ മുഴുവൻ ശ്രദ്ധിച്ചപ്പോൾ അത് മുഴുവൻ ഒരു അമ്മ എങ്ങനെയായിരിക്കണമെന്നുള്ളത് പഠിപ്പിക്കുകയായിരുന്നു. നമ്മൾ പലപ്പോഴും നാം ആരാകണം എന്ന് ചിന്തിക്കുന്നത് മറ്റുള്ളവരെ വെച്ചുകൊണ്ടാണ്. നീ അങ്ങനെയാണെങ്കിൽ ഞാനും ഇങ്ങനെയാണ് അല്ലേ? ഭർത്താവ് മോശക്കാരനാണെങ്കിൽ എനിക്കും ആ രീതിയിലേ ഉള്ളൂ എൻ്റെ വീടുമായിട്ടുള്ള ബന്ധം. ഇവിടെ അങ്ങനെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ആരെങ്ങനെയായാലും ഞാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്തിൽ നിന്നാ? മണ്ണിൽ നിന്നാണ് അല്ലേ? ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്.
ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് മനുഷ്യനായില്ല. അവന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെന്നേ ഉള്ളൂ. മനുഷ്യനായില്ല. പിന്നെന്ത് ചെയ്തു? ദൈവം അപ്പോഴവന് ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനായില്ല. ദൈവം അവന്റെ ജീവശ്വാസം ഊതി. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൽ നിന്നാണ്. വെറുതെ മണ്ണ് കൊണ്ടുള്ള രൂപമായിരുന്നു മറ്റേത്. അവന്റെ ജീവശ്വാസം ഊതി. അപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായത്. പക്ഷെ അവൻ മനുഷ്യനായില്ല. അവിടെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ഷുഡ് ബി എലോൺ. ബാക്കിയുള്ളതെല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്താ പറയുന്നത്? നല്ലതെന്നല്ലേ കണ്ട. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, നല്ലതല്ല എന്നാ പറയുന്നത്. ഈ ജീവനുള്ള ദേഹിയായ മനുഷ്യനെ പറ്റി പറയുന്നത് അതാ, അത് നല്ലതല്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? മനുഷ്യനിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, അടുത്ത മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം അതിനുവേണ്ടി ആദമിനെ സൃഷ്ടിച്ചേ, മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയാം, ദൈവത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പൂർണ്ണമായില്ല. മനുഷ്യനിൽ നിന്ന് സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനിൽ നിന്നാണ്. അതർവൈസ് ക്രിയേഷൻ ഈസ് ത്രീ ഡയമെൻഷണൽ. ക്രിയേഷൻ ഈസ് ത്രീ ഡയമെൻഷണൽ. മണ്ണിൽ നിന്നാണെന്ന് പറയാൻ പറ്റില്ല, ദൈവത്തിൽ നിന്നാണെന്ന് പറയാനും സാധ്യമല്ല. ദൈവത്തിൽ നിന്നാണ്, പക്ഷെ ദൈവത്തിൽ നിന്നായിട്ട് പൂർണ്ണമാവുന്നില്ല, മനുഷ്യനിൽ നിന്നാണ്. നമുക്കറിയത്തില്ല, ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ജനിച്ചു കഴിയുമ്പോ അത് എണ്ണിച്ച് നടന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അല്ലേ? അതിനെ ദൈവം പോറ്റിക്കോളും. ഏത് കുഞ്ഞാ ജനിച്ചു വീണ കുഞ്ഞിനെ നീ ദൈവം പോറ്റിക്കോളും എന്ന് പറഞ്ഞ് ഏത് അമ്മ ഇട്ടിട്ട് പോകുന്നത്? പറ്റുമോ? നടക്കുന്ന കാര്യമാണോ? അങ്ങനെ അത് ജീവിക്കുമോ? അത് ജീവിക്കത്തില്ല. ഏതെങ്കിലും അമ്മ ഈ പക്ഷി മൃഗങ്ങളും ഒക്കെ ജീവിച്ചു കഴിയുമ്പോൾ അതിന് ജനിച്ചു കഴിഞ്ഞിട്ട് അതിട്ടിട്ട് പോകില്ലേ? അതിന് വളർന്നോണ്ട് വന്ന് ഏത് അമ്മയ്ക്ക് ഒരു മനുഷ്യനെ, ഒരു കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയാൽ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. മനുഷ്യനെ വളർത്തുന്നത്. ഓരോ മനുഷ്യനെയും മനുഷ്യനാ സൃഷ്ടിക്കുന്നത്. എല്ലാ മനുഷ്യനെയും മനുഷ്യനാണ് സൃഷ്ടിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത് കുറെ മനുഷ്യൻ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ഈ പേരൻസിനെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ശ്രദ്ധിക്കുന്നത്, അവരെ സൂക്ഷിക്കുന്നത്, അവരെ കരുതുന്നതൊക്കെ പുണ്യമാണെന്ന് പറഞ്ഞു. കാര്യം അവരൊക്കെ ആയതുകൊണ്ടായി നമ്മൾ ഈ സിൽക്ക് സാരിയൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കുന്നത്. അവരൊരുപാട് സംരക്ഷിച്ചതുകൊണ്ടാണ്. ഞാൻ ഈ മദ്രാസിലായിരിക്കുന്ന ഞാനും ഇപ്പൊ ഇങ്ങനെ നിന്നോണ്ട് നിങ്ങൾ സംസാരിക്കാൻ എൻ്റെ അമ്മയും എൻ്റെ പിതാവും സഹോദരങ്ങളും ഇടവകയും നാട്ടുകാരും കുറേ മനുഷ്യരാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കമ്മിറ്റ്മെന്റും, സോഷ്യൽ കമ്മിറ്റ്മെന്റും ഫാമിലി കമ്മിറ്റ്മെന്റും ഇങ്ങനെയുള്ളതെല്ലാം പഠിപ്പിച്ചു. പിന്നെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ ടീച്ചർ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞുപോയി. ഇന്ന് ഈ ഫ്രീ സെക്സും ഇതുമൊക്കെ പ്രത്യേകിച്ച് അമേരിക്ക കോമൺ ആണല്ലോ. വേദപുസ്തകത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ പറ്റി Adam knew his wife Eve. She conceived and bore Cain. Adam knew his wife. അറിവിന്റെ പാരമ്യതയിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പൂർണ്ണമായ അറിവിന്റെ പാരമ്യതയിലാണ് പുതിയ തലമുറ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്നത്തെ തലമുറ വഴിപിഴച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ കുഞ്ഞിനെ സൃഷ്ടിച്ച അപ്പനും അമ്മയും പൂർണ്ണമായി അവർ പരസ്പരം അറിയുന്നില്ല എന്നുള്ളതാണ്. അതിന് സംശയമൊന്നുമില്ല. അവർ പരസ്പരം പൂർണ്ണതയിൽ അറിഞ്ഞിട്ടുള്ള ഒരു അറിവിന്റെ പാരമ്യതയിലാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ
ആ കുഞ്ഞ് വഴിപിഴച്ചു പോവുകയില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നായിരിക്കണം എന്ന് യോജിപ്പിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ തമ്മിലുള്ള അറിവിന്റെ പൂർണ്ണത എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരുടെയും മനസ്സിൽ ഹിഡൻ അജണ്ടകളുണ്ട്. ഭർത്താവിന്റെയും മനസ്സിലുണ്ട്, ഭാര്യയുടെയും ഭർത്താവിനും പൂർണ്ണമായ അറിവില്ല, പൂർണ്ണമായിട്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ അവളുടെ പൂർണ്ണതയിൽ ഇവൾ ആരാണെന്ന് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, പരിഗ്രഹിക്കുക എന്നാ പറയുന്നത്. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിലാക്കുക അല്ലേ? മലയാളം ടീച്ചർ മനസ്സിലാക്കുക. പരിഗ്രഹിക്കുക എന്ന് പറയുന്നത് അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അറിവിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് പരിഗ്രഹിക്കുക എന്ന് പറയുന്നത്. ആഡം ന്യൂ ഹിസ് വൈഫ് എന്ന് പറഞ്ഞാൽ അവൻ ആദം തന്റെ ഭാര്യയായ ഹവ്വയെ മനസ്സിലാക്കി, പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. അതാണ് വിവാഹം എന്ന് പറയുന്നത്. ആ പൂർണ്ണമായ അറിവിന്റെ പൂർണ്ണതയിലേ ഉള്ളൂ സെക്ഷൽ റിലേഷൻഷിപ്പ്. ആ പൂർണ്ണതയിൽ ഒരാളെ വ്യക്തമായിട്ട് അറിവിന്റെ പൂർണ്ണതയിലേ ഉള്ളൂ. അതുകൊണ്ടാണ് മാരേജിന് തൊട്ട് അതിനു മുമ്പ് പ്രീ മാരിറ്റൽ സെക്സ് പാടില്ലെന്ന് പറയുന്നത്. അതിന്റെ കാരണം അതിനു മുമ്പ് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പൂർണ്ണതയിൽ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒന്നിച്ച് താമസിക്കാതെ, ഒന്നിച്ചിടപെടാതെ, ഒന്നിച്ച് സഹവർത്തിക്കാതെ ആളിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാത്തിടത്തോളം കാലം സെക്ഷൽ ലൈഫും പാടില്ല. അറിവിന്റെ പൂർണ്ണതയിലേ പാടുള്ളൂ. അതിലൂടെ ലഭിക്കുന്ന തലമുറയെ അനുഗ്രഹീതരാകുകയുള്ളൂ. ആധുനിക തലമുറയ്ക്ക് അങ്ങനെ ഒരു വഴിപിഴച്ച പോക്ക് ഉണ്ടായി എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ മനസ്സിലാക്കലിന്റെ, വിധേയപ്പെടലിന്റെ പൂർണ്ണത ഇല്ലാതെ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ആ ഭാഗം നമ്മളത് പ്രത്യേകമായിട്ട് ഗ്രഹിക്കണം. എവിടെയാണ് എൻ്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത്? എൻ്റെ വീട്ടിലുള്ളവർക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത്? ഈ അറിവെന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞല്ലോ, അതിനെല്ലാം എന്തുവാ ഐഡിയോളജിക്കൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ഏരിയ, ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട അറിവേ ഉള്ളൂ. ഇപ്പോൾ പൂർണ്ണതയിലില്ല. ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടേ ഉള്ളൂ. ചില ഭർത്താക്കന്മാര് ഭാര്യ അറിയുന്നത് അവള് പുകഴ്ത്തുന്നതിന്റെ കാരണം നല്ലവണ്ണം കുക്ക് ചെയ്യാനായിരിക്കും, അല്ലേ? നല്ലവണ്ണം കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില മേഖലകളിലുള്ള അറിവേ ഉള്ളൂ. തിരിച്ചു ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നത് തിരിച്ചു. പൂർണ്ണമായിട്ട് അറിയുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ ഒരിക്കലും ഇത് വിഷയങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ, വഴക്കുകൾ ഉണ്ടാകത്തില്ലല്ലോ, അല്ലേ? അതൊരു ബലഹീനതയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ, മാറ്റിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഒരാൾക്ക് ചില കാര്യങ്ങൾ അറിയത്തില്ല, സാധിക്കത്തില്ല. ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഭംഗിയായിട്ട് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കി അതിൻ്റെ കുറവ് നിർത്തിയല്ലേ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പൂർണ്ണതയിലുള്ള അറിവ് എന്ന് പറയുന്നത്. ആ അങ്ങനെ അതിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നാഗ്പൂരിൽ നമ്മുടെ ഷീബയുടെ സ്ഥലത്ത് ഞാൻ കുറേ നാൾ താമസിച്ചു. ഞാൻ അവിടെ പേര് ഞാൻ മറന്നുപോയി, ഷീബ ചെറിയായിരിക്കും. അവിടെ ഒരു പയ്യൻ്റെ കല്യാണം, ഇനി പറയുമ്പോൾ ഷീബ ഓർക്കുമായിരിക്കും. ആ പയ്യൻ്റെ കല്യാണം വന്ന് അവൻ കല്യാണം കഴിഞ്ഞത് പള്ളി വെച്ച്, നാഗ്പൂർ പള്ളി വെച്ച് കല്യാണം നടത്തിയത് പിന്നെ ഈ കടന്നോണ്ട് അവന് എന്തുവാ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് ഷീബ ഓർക്കുന്നുണ്ട് അത്. ഞാൻ ഉള്ളപ്പോഴാണ് അവന് സ്ട്രെച്ചറിലാണ് കൊണ്ടുവന്നത്. എൻ്റെ കാരണം ഈ കല്യാണമൊക്കെ നടത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൻ്റെ അമ്മ മരിച്ചു പോയത്. കുറേ നാളായിരുന്നു അപ്പനാണ് വളർത്തിയത്. കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ അപ്പ മരിച്ചു, രണ്ടാം പിള്ളേർ.
അപ്പോൾ ഈ കല്യാണത്തിൻ്റെ തിരക്കാണ്. ഡൽഹിയിലുള്ള ഒരു മർത്തമ പെൺകുട്ടിയാണ് കല്യാണത്തിന് ആലോചിച്ച്. അപ്പോൾ കല്യാണത്തിൻ്റെ 2 ദിവസത്തിന് മുമ്പ് ഇവൻ ഓടി നടന്നിട്ട് കാലിലും കണ്ട് വേദന വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു. ആ കാലിന് തളർന്നുപോയി. ഡൽഹിയിൽ നിന്ന് എല്ലാവരും വന്നു കല്യാണത്തിന് വേണ്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, പെണ്ണിൻ്റെ അപ്പനും വീട്ടുകാരും വന്നവരും എല്ലാവരും പറഞ്ഞു, ഈ കല്യാണം നടത്തണ്ട. അവൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. നല്ല ജോലിയില്ല അവൾ നല്ല ജോലിയുണ്ട്. ഒരു പെൺകുട്ടിയും നല്ല പെൺകുട്ടിയും. കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. കാര്യം ഇനി അവരുടെ കാല് നേരെയാവുമെന്ന് നിശ്ചയില്ല. കല്യാണം നടത്തണ്ട എന്ന് പറഞ്ഞ് ഒഴിയാൻ പറഞ്ഞു. അവരാലോചിച്ച് പെണ്ണും ചെറുക്കനുമായിട്ട് കണ്ടുപിടി ആലോചിച്ചൊന്നുമല്ല, വീട്ടുകാർ പോയി കണ്ടുപിടിച്ച കല്യാണമാണ്. അവള് പറഞ്ഞു, എനിക്ക് ഈ ചെറുക്കനെ മതി. അത് അവൻ്റെ കാല് തളർന്നാലും കൈ തളർന്നാലും ഒരുപക്ഷെ ദൈവനിശ്ചയം ഇതായിരിക്കും. ഇവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൈവനിശ്ചയം. അപ്പോൾ ആ കല്യാണം നടന്നു. 2 വർഷം എടുത്തു നേരെയാണ്. ഒരിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ നടക്കുന്ന ശരിയാകുന്നതിന് വേണ്ടി സ്ട്രക്ചറിലാകുന്നത്. കല്യാണം നടത്തിയപ്പോൾ പ്രാർത്ഥന ചൊല്ലി അച്ഛന്മാർക്ക് സത്യത്തിൽ സങ്കടം വന്നുപോയി. അവനെ ഇങ്ങനെ സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുക. സ്ട്രക്ചറിൽ പള്ളി ഇങ്ങനെ കൊണ്ടിരുന്ന് കിടത്തുന്ന ആരെയാ? അതുപോലെ കിടത്തിയിരിക്കുക. അങ്ങനെയാ കല്യാണം നടന്നത്. അവളുടെ ഒരു ധൈര്യം, ഇത് അറിവാണ്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പം ഈ ഈ ഡിവോഴ്സസ് ആയി കിടക്കുന്ന ഈ കല്യാണങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഡിവോഴ്സസ് അല്ലേ. എനിക്ക് ഈ ഭദ്രാസനത്തിലുള്ള ഒരു കഥ കൊണ്ട് പറഞ്ഞു നിർത്താം. വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു കപ്പിൾ. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അവർ ഡിവോഴ്സ് ആയപ്പോഴെല്ലാവരും അറിയുന്നതാണ്. അവസാനം 2 മക്കളുമുണ്ട്, പ്രായമായ മക്കളുമുണ്ട്. ഡിവോഴ്സായി കോടതി വിധിച്ചു. വീക്കെൻഡ് അപ്പൻ്റെ കൂടെയും വീക്ക് ഡേയ്സ് അമ്മയുടെ കൂടെയും. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ അപ്പൻ വെള്ളിയാഴ്ച വൈകിട്ട് ഭാര്യ രണ്ടുപേരും രണ്ടിടത്തായി താമസമൊക്കെ. ഭാര്യ താമസിക്കുന്നിടത്ത് പോകും. അവിടെ പോകും, അവിടെ ചായ ഇട്ട് കൊടുക്കും, അവിടെ നിന്ന് വർത്താനമൊക്കെ പറയും, കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോരും. തിങ്കളാഴ്ച വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് കൊണ്ടാകും. അവൾ അന്നേരം ചായ ഇടും, ലോകമൊക്കെ പറയും. ഇതിൻ്റെ ഇടയിൽ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഒരു വിഷയമില്ല. ഇപ്പം അവൻ വേറെ കല്യാണം കഴിച്ചു. ഞാൻ പേരൊക്കെ പറഞ്ഞാൽ പക്ഷേ നിങ്ങൾ അറിയാതുകൊണ്ടാണ് പേരൊന്നും പറയാതെ. എനിക്ക് വളരെ അടുപ്പമുള്ള കുടുംബമാണ്. അവൻ വേറെ ഒരു പേപ്പറിലുള്ള പരസ്യമൊക്കെ കണ്ട് ഒരു കല്യാണം കഴിച്ചു. അപ്പോൾ ആ കല്യാണം കഴിച്ച അവൾക്ക് ഒരു മോളുണ്ട്. അവരിപ്പോൾ ഒന്നിച്ചിപ്പം ആ മോളും ഭാര്യയും കൂടെ ഇപ്പോൾ താമസിക്കുന്നു. ഇപ്പം ഇവർ 3 പേരോട് ആവുന്നത് മറ്റടുത്ത് 3 പേരോട് പോകും. അവിടെ ഇരിക്കും, ചായയൊക്കെ കുടിച്ച് ലോകയൊക്കെ പറഞ്ഞ്. ഇതിന്റെ കാരണം എന്താ? ഒരു വിഷയമില്ല. ഏതോ ഒരു വിഷയത്തിൽ പ്രശ്നമുണ്ട്, എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഡിവോഴ്സ്, ബെറ്റർ ഡിവോഴ്സ്. അമേരിക്കയിലെ കൗൺസിലേഴ്സ് പഠിപ്പിക്കുന്ന അതാണ്. ഇവിടുത്തെ കൗൺസിലേഴ്സ് പഠിപ്പിക്കുന്ന അതാണ്. അതുകൊണ്ട് ഇവിടുത്തെ കൗൺസിലേഴ്സിനോ ഇവിടുത്തെ മറ്റ് ആർക്കെങ്കിലുമോ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് നമുക്കേ പറ്റുള്ളൂ, അത് നമുക്കേ സാധ്യമാവുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതികളാണ്. പരസ്പരം അറിയുവാൻ, ഭാര്യയും ഭർത്താവും തമ്മിൽ അതിന്റെ പൂർണ്ണതയിൽ അറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാരണങ്ങളാൽ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകും. നമുക്കറിയാൻ സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അറിയാത്ത കാരണങ്ങളാൽ കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോകാൻ, നഷ്ടപ്പെടുവാൻ, വഴിപിഴച്ചെന്ന് ഞാൻ പറയുന്നില്ല, നഷ്ടപ്പെടുവാൻ നമുക്ക് സാധ്യതയുണ്ട്. ഈ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തുവാൻ ഇന്നത്തെ ഈ മർത്തമറിയസ് മാജത്തിൻ്റെ ഈ ഏരിയ കോൺഫറൻസ് ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി.
അതിന് വളരെ അനുയോജ്യമായ ഒരു ടീച്ചറെയും നമുക്ക് ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം ലഭിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു സെമസ്റ്റർ പഠിപ്പിക്കേണ്ടത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഈ ടീച്ചർ എടുത്ത് തീർത്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു കരിക്കുലം അല്ലേ, ഒരു സിലബസ് ഇന്നത്തെ എടുത്തതെല്ലാം കൂടെ ഒരു കരിക്കുലം ആണെങ്കിൽ ഒരു സെമസ്റ്ററെങ്കിലും മിനിമം വേണ്ടിയതാ കാര്യങ്ങളാ. ഒരു സെമസ്റ്റർ പഠിപ്പിക്കേണ്ടത് ടീച്ചർ ഒരു ദിവസം കൊണ്ട് നമുക്ക് എടുത്തു. അത് ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും അതൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഇതൊന്നും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളല്ല അല്ലേ. ഇപ്പം മനുഷ്യരല്ലേ ഗൂഗിൾ സെർച്ചിലൂടെയാണ് നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാത്ത കുറേ നോളജ് നമുക്ക് വേണം. അപ്പം അത് ലഭിക്കുവാൻ തക്കവണ്ണം ഇത് ഇടയായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഹാമച്ചനോട് ബിസിനസ് സെഷൻ ഹാമച്ചനോട് ആവശ്യപ്പെട്ടുള്ള